ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എൻ്റെ റിസൾട്ടാണ് ഞാൻ നോക്കിയത്. പാസ്റ്റിൽ നിങ്ങൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഉചിതമായ തീരുമാനം, അതായത് ലൈഫിലെ മുൻ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ ഉചിതമായ തീരുമാനം എടുത്തായിട്ട് അവിടെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മൊണമെൻ്റൽ ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ബർഡൻ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് 9 ഓഫ് വൺസ് ആണ്. അത് മൈനർ അർക്കാന കാർഡാണ്. നിങ്ങളുടെ ബർഡൻ ഏകദേശം 9 എന്ന് പറഞ്ഞൊരു എൻഡിങ് ആണ്. 10 ടു ന്യൂസ് ബെർത്താണ്. അപ്പോൾ നിങ്ങളുടെ ബർഡൻ നിങ്ങൾ വളരെയധികം സഫർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ബർഡൻ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. അടുത്ത കിട്ടിയിരിക്കുന്നത് വീണ്ടും മേജർ അർക്കാന കാർഡാണ്. വീൽ ഓഫ് ഫോർച്യൂൺ. അത് നമ്മൾ എന്താണോ ചെയ്തത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നു. നമ്മൾ നന്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്മയുടെ റിസൾട്ടും, അതല്ല നമ്മുടെ മോശമാണ് ഇത്രയും കാലം അനുഭവിച്ചിരുന്നതിൻ്റെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തതിൻ്റെ റിസൾട്ടാണ്. പിന്നെ അതിന് വേറൊരു മീനിങ് ഉണ്ട്. നമ്മൾ ഇത്രയും കാലം അനുഭവിച്ചത് ദുരിതമാണെങ്കിൽ നല്ലത് വരുന്നു, നല്ലതാണ് അനുഭവിച്ചെങ്കിൽ ദുരിതം വരുന്നു. അങ്ങനെ രണ്ടായിട്ടും നമുക്ക് കാണാം. ഇതാണ് വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചാൽ ഒരു ലൈഫിൻ്റെ ഒരു സർക്കിൾ എൻ്റെ അടുത്ത സർക്കിളിലേക്ക് പോകുന്നു. അപ്പോൾ അതെന്താണ് അടുത്ത സർക്കിളെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡ് അതും വീണ്ടും വന്നത് ഒരു മേജർ ആർക്കാന കാർഡാണ്. കണ്ടറിയാം. ടെമ്പറൻസ് ആണ്. ഈ ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ എന്തിനും ഏതിനും, അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ മിതത്വം പാലിക്കുക, അനാവശ്യമെല്ലാം ഒഴിവാക്കിയിട്ട് സാമ്പത്തികം ശരിക്കും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ നമ്മൾ വൈകാരികമായിരിക്കുക. എപ്പോഴും ഏതൊരു കാര്യത്തിലും നമ്മൾ നല്ല ചിന്തയുണ്ടായിരിക്കുക, എല്ലാവരോടും കൈൻഡ്നെസ് ആയിരിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല ആക്ടിവേഷനാകുക, ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക, എപ്പോഴും ഒരു ഏഞ്ചലിൻ്റെ രൂപത്തോടുകൂടി ചിന്തകൾ നടക്കുക. അതാണ് പിക്ചറിൽ കാണിക്കുന്നത്. എപ്പോഴും മിതത്വം പാലിക്കുക, സാമ്പത്തിക അനാവശ്യമായിട്ട് ചിലവഴിക്കാതിരിക്കുക. അതാണ് ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടിയ ഗൈഡൻസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഏത് കാര്യത്തിനും കെയർ ആയിരിക്കുക, മുന്നോട്ട് നല്ലത് സാഹൃദം പോവുക. നിങ്ങൾക്ക് വിജയമുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിജയം ആസ്വദിക്കട്ടെ. നിങ്ങൾക്ക് നല്ലൊരു വിജയം ദൈവം തരട്ടെ. വിശ്വസിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. താങ്ക് യു.